ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തലേ ദിവസത്തെ വീഡിയോ ആണ്. ഇത് രാത്രി എടുത്ത വീഡിയോ ആണ്. അപ്പോൾ മീൻ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മീൻ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ വാങ്ങി കൊണ്ടുവന്നപ്പോൾ അത് ഇപ്പോഴേ കറി വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പിറ്റേ ദിവസത്തേക്ക് കറിയൊന്നും വെക്കണ്ടല്ലോ. അപ്പോൾ കറി വെച്ച് വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കറി വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ ചീഞ്ചട്ടി കയറ്റി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ഉള്ളിയും ഇഞ്ചി പച്ചമുളക് പിന്നെ കറിവേപ്പില വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് മൂപ്പിച്ച്, ഇഞ്ചിയൊക്കെ അരിയാണ് ചെയ്തേട്ട, അതൊക്കെ ഇട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് മുളക് പൊടി ഇട്ട് മൂപ്പിച്ചു. മുളക് പൊടി ഇട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് പുളി പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ടത് കേട്ടോ. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അതൊക്കെ വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നന്നാക്കി വെച്ചേക്കണം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് തിളച്ച് മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ മീൻ നന്നാക്കണതോ ക്ലീൻ ആക്കണതോ ഒന്നും എടുത്തില്ല കേട്ടോ. അമ്മ അവിടെ മീൻ അപ്പുറത്തിരുന്ന് നന്നാക്കുമ്പോൾ ഞാനിവിടെ ഇപ്പുറത്ത് മുറ്റത്ത് വന്നിട്ട് അടിച്ചു വാരലും തുടക്കലും അങ്ങനത്തെ പണികളൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം അവിടെ മീൻ നന്നാക്കുമ്പോഴേക്കും ഇതൊക്കെ ചെയ്തു വയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ മീനൊക്കെ നന്നായിട്ട് തിളച്ച് കുറുതായി വന്നിട്ടുണ്ട്. പാകത്തിനായി വന്നപ്പോൾ അത് ചട്ടിയിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. മറ്റേ ഇരുമ്പ് ചീഞ്ചട്ടിയിലാണ് വച്ചത്. ഇരുമ്പ് ചീഞ്ചട്ടിയിൽ വച്ചിട്ട് പിന്നെ നമ്മൾ മീൻ ചട്ടിയിലേക്ക് പകർത്താണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ മീൻ വറുക്കാനായിട്ട് പോവാണ്. വറുക്കാനായിട്ട് മീനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് പിന്നെ കുറച്ച് കുരുമുളക് ചതച്ചിട്ട് അതും കൂടി പുരട്ടി കൊടുത്തു. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് തിരുമ്മി വെച്ചു കേട്ടോ. അത് കുറച്ച് നേരം അവിടെ ഉപ്പും മുളകൊക്കെ മീൻമ പിടിക്കാനായിട്ട് വച്ചതിന് ശേഷം കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അത് വറുക്കാണ്. അത് ചീഞ്ചട്ടിലേക്ക് അറിയാലോ എല്ലാവർക്കും മീൻ എങ്ങനെയാണ് വറുക്കാന്ന്. അപ്പോൾ ചീഞ്ചട്ടിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഈ ഓരോ മീൻ കഷ്ണങ്ങളും ഇട്ട് കൊടുത്ത് തിരിച്ചു മറിച്ചിട്ട് അത് വറുത്ത് വാങ്ങാണ്. അപ്പോൾ കത്തിച്ചാളയാണ് കേട്ടോ കിട്ടിയത്. കുഞ്ഞു ചാളകൾ 1 കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞാനും വറുക്കാനായിട്ട് നിന്നില്ല. കുറച്ച് വറുത്തിട്ട് കുറച്ച് അവിടെ വറുക്കാനായിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു കേട്ടോ. പിറ്റേ ദിവസത്തേക്ക് വറുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ തലേ ദിവസം രാത്രി കറിയൊക്കെ വെച്ച് അവിടെ മാറ്റി വെച്ച് ചോറൊക്കെ കൊണ്ട് കിടന്നുറങ്ങി കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം നേരം വെളുത്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്ത് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ അകമൊക്കെ അടിച്ചു വാരി കഴിഞ്ഞ് മിറ്റൊക്കെ ഒന്ന് അടിച്ചു വാരി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ കുറച്ച് അലക്കാനുണ്ടായിരുന്നു ഡ്രസ്സുകൾ. അപ്പോൾ വേഗം എനിക്ക് പോയി അലക്കാനുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തു കൊണ്ടിട്ട് അലക്കി ഉരുപ്പിഴിഞ്ഞ് തോരയിട്ടു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടികളും വിശേഷങ്ങളും.